മോർണിംഗിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കൂടി കൗമുദിയുടെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ എല്ലാം വിജയത്തിന്റെ ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണല്ലേ, മനസ്സിന്റെ ശക്തി. എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൊരു ടോപ്പിക്കുമാണ് മനസ്സ്. എന്താണ് മനസ്സ്, എവിടെയാണ് മനസ്സ്, അത് നമ്മുടെ ബ്രെയിനിലാണോ അല്ലെങ്കിൽ ഹൃദയത്തിലാണോ, മനസ്സെന്നൊരു സംഭവം ഉണ്ടോ? ഇത്തരത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിനെ കുറിച്ച് പറയാൻ, മനഃശക്തിയെക്കുറിച്ച് പറയാം, മനഃശക്തിയിലൂടെ വിജയം എങ്ങനെ കൈവരിക്കാം എന്നതിനെക്കുറിച്ച് പറയാൻ നമുക്ക് രണ്ട് അതിഥികളുണ്ട്. ഇന്റർനാഷണലി തന്നെ ഫേമസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് ആയിട്ടുള്ള രണ്ട് സഹോദരന്മാർ, സെബിൻ എസ് കൊട്ടാരവും ജോബിൻ എസ് കൊട്ടാരവും. ഇവരെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും രണ്ടുപേർക്കും ഇൻഡിപെൻഡൻറ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ നൽകേണ്ടതുണ്ട്. കാരണം രണ്ടുപേരും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ വിവിധ തരത്തിലുള്ള മേഖലകളിൽ കൈവയ്ക്കുകയും അവിടെയൊക്കെ ശോഭിക്കുകയും ചെയ്തവരാണ്. ആദ്യമായി ഞാൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ സെബിൻ എസ് കൊട്ടാരം. നമസ്കാരം സർ. ഇദ്ദേഹം ശരിക്കും 20ഓളം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ഇതിലുപരി 2000-ൽ ധീരതയ്ക്കുള്ള ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക് കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ്. പിന്നെ ഏറ്റവും മികച്ച നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയറിനുള്ള ബെസ്റ്റ് വോളണ്ടിയർ അവാർഡ് 98-ൽ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ബുക്സ്, ഏകദേശം 20ഓളം ബുക്സാണ് ഇവർ രണ്ടുപേരും ചേർന്ന്, രണ്ട് ബ്രദേഴ്സ് ചേർന്ന് എഴുതിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒരിക്കൽ കൂടി താങ്കൾക്ക് സ്വാഗതം. അടുത്തത് അനുജൻ ശ്രീ ജോബിൻ എസ് കൊട്ടാരം. നമസ്കാരം സാർ. ഇദ്ദേഹം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ ജീവിത വിജയം എങ്ങനെ കരസ്ഥമാക്കാം, അതുപോലെ എങ്ങനെ മികച്ച ഇൻഷുറൻസിന് ഏജന്റ് ആകാം, ഇതിനെയൊക്കെ കുറിച്ച് എഴുതുന്നതിന് ഒരു അടിസ്ഥാനം കൂടി. അദ്ദേഹം NDTV, CNN, IBN, അതുപോലെ ICICI ഇതുപോലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ മാധ്യമരംഗത്ത് സജീവമായിരുന്നു. 16-ാം വയസ്സിൽ PRO ആയി സിനിമ ഇൻഡസ്ട്രിയിൽ PRO ആയി പ്രവർത്തനം ആരംഭിച്ച ആളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ എന്താണ് മനസ്സ്, എന്നൊക്കെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവർ രണ്ടുപേരും പറഞ്ഞു തരുന്നതാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ശരിക്കും ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ മനസ്സെന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം പലപ്പോഴും ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നോട് തന്നെ, എവിടെയാണ് മനസ്സ്, എന്താണ് മനസ്സെന്നുള്ളത്. അപ്പോൾ ബേസിക്കലി രണ്ടുപേരും സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. എന്താണ് മനസ്സ്, എവിടെയാണ് മനസ്സ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും നമ്മൾ കാണാത്ത, എന്നാൽ നമ്മൾക്കിപ്പോൾ ഇവിടെ എല്ലാം വളരെ പ്രസന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ വായു. ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെയാണ് മനസ്സും. ഏറ്റവും പ്രഷ്യസ് ആണ്, ഏറ്റവും പവർഫുൾ ആണ് നമ്മുടെ മനസ്സ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നേടിത്തരാൻ നമ്മുടെ ആ ഒരു മനസ്സിന് അതിനുള്ള ഒരു ശക്തിയുണ്ട്. നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ വരെ എങ്ങനെ നേടിത്തരാമെന്നാണ് നമ്മുടെ ഓരോ ട്രെയിനിങ്ങുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും നമ്മൾ കാണിച്ചു പറയുന്നത്. എപ്പോഴും മനസ്സ് എവിടെയാണ് എന്ന് ഞാൻ ഇപ്പം മനസ്സ് എന്താണെന്ന് ചോദിച്ചു. ഇപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി എവിടെയാണ് മനസ്സ്? നമ്മുടെ ചിന്തകളിലാണോ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലാണോ, നമ്മുടെ ഹൃദയത്തിലാണോ, അത് നമ്മൾ തന്നെയാണോ നമ്മുടെ മനസ്സ്? എന്താണ് നമ്മുടെ ചിന്തകളാണ് പ്രധാനം. ഒരു ദിവസം ശരാശരി ഏകദേശം 10 ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഈ 10 ചിന്തകൾ 50,000 തവണ റിപ്പീറ്റ് ചെയ്യപ്പെടും. അപ്പം പല ആളുകളും ഈ 10 ചിന്തകളിൽ 7 അല്ലെങ്കിൽ 8 നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡൗട്ടിലേക്കൊക്കെ വരും. ഇതെന്നെ കൊണ്ട് പറ്റുമോ, ഇത്തരം തോട്ട്സ് വരും. അപ്പോൾ ഇതൊരു ന്യൂക്ലിയർ റിയാക്ഷൻ പോലെയാണ്. 50,000 തവണ ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ ചിന്തകൾ ഈ വ്യക്തി ജീവിതത്തിൽ വിജയിക്കണമോ അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെടണമോ എന്ന് തീരുമാനിക്കുന്നു. അവിടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരു 10% മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ പരസ്പരം സംസാരിക്കുന്ന ഒരവസ്ഥ, മനസ്സ് ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ. പക്ഷെ അതിന്റെ 9 മടങ്ങ് പവർഫുൾ ആണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഏകദേശം 90% പവർഫുൾ ആണ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുക വഴിയായിട്ട് ജീവിതത്തിൽ ഏത് ലക്ഷ്യവും നമുക്ക് സ്വന്തമാക്കാം.
ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ബരാക് ഒബാമയുടെ ഒരു 20-30 വർഷം മുമ്പുള്ള ചിത്രം നോക്കുകയാണെങ്കിൽ വളരെ മോശമായ ഒരു സാഹചര്യങ്ങൾ, സാമ്പത്തിക പശ്ചാത്തലം മോശം, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ തലം കാലഘട്ടത്തിലെ വീഡിയോസും ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നോക്കിയാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. ആത്മവിശ്വാസം ഒക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി. ഓപ്ര വിൻഫ്രി, ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം പ്രശസ്തയായ TV ഷോ അവതാരിക. ഇവരൊക്കെ തന്നെ തങ്ങളുടെ മൈൻഡ് പവർ തിരിച്ചറിഞ്ഞുകൊണ്ട്, സെറീന വില്യംസ് മറ്റൊരു ഉദാഹരണമാണ്, മൈൻഡ് പവർ തിരിച്ചറിഞ്ഞുകൊണ്ട് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാറ്റം വരുത്തിയിട്ടുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും സാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് ഒരു 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 പാത്വേ ഉണ്ട്. നമ്മൾ എല്ലാം ലിങ്ക് ചെയ്ത് ചിന്തിച്ചു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ വിരളമായിട്ടാണെങ്കിലും ചിലര് സ്കാറ്റേർഡ് തോട്ട്സ് നമുക്ക് വരാം. ഇപ്പൊ ഒരു വിഷയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മറ്റു പല ചിന്തകൾ വരികയും ഒരു ലിങ്കും ഇല്ലാതെ അവിടുന്ന് ഇവിടുന്നുള്ള സംഭവങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരാം. ഇത് ആക്ച്വലി ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ സംഭവിക്കുന്നതിനുള്ള കാരണം? പലപ്പോഴും നമുക്കൊരു പ്രോപ്പർ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ലാതെ ഇപ്പൊ പല കാര്യങ്ങൾ, ചില ആൾക്കാരുടെ മനസ്സിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കണമെന്നുണ്ട്. ഇപ്പൊ ഫാമിലി കാര്യങ്ങളാകാം, ജോലിയിലെ കാര്യങ്ങളാകാം, ബിസിനസ്സിലെ കാര്യങ്ങളാകാം. ഇതെല്ലാം വന്നു കഴിയുമ്പോൾ അവരെ സംബന്ധിച്ച് ഇതെല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റീസാണ്. ഇതെല്ലാം കൂടെ പലതരത്തിലുള്ള ചിന്തകളായിട്ട് മനസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു ചിന്തകളുടെ ഒരു ആധിക്യം ഒരു ടെൻഷനിലേക്കും ഇപ്പം മെമ്മറി ലോസിലേക്കും ഉറക്കമില്ലായ്മയിലേക്കും കൃത്യമായിട്ട് ഏതാണ് ഇപ്പോൾ തുടങ്ങേണ്ടത്, ഏതാണ് അടുത്തത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഫോക്കസ് ഇല്ലാതെ വരും. അപ്പോൾ ഈ സമയത്ത് ഒരു കൃത്യമായൊരു പ്ലാനിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിന്തകളെ നമുക്കൊന്ന് ക്രോഡീകരിക്കാൻ പറ്റും. നമ്മൾ ലൈഫിന് ഒരു ഷെഡ്യൂൾ കൊടുക്കുക. നമ്മളൊരു ഷോർട്ട് ടൈം ഗോൾസ്, ലോങ് ടൈം ഗോൾസ് ഒന്ന് സെറ്റ് ചെയ്യുക. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ആഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ഒരു മാസം ചെയ്യേണ്ടത്, ഈ ഒരു 5 വർഷത്തിനുള്ളിൽ ചെയ്യേണ്ടത്, ഇങ്ങനെ ലൈഫിലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരു ഡയറി കുറിച്ചുകൊണ്ട് അത് ഓരോന്നായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ടിക്കിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ ലൈഫിലെ സക്സസിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പോ ഏറ്റവും സക്സസ്ഫുൾ, അതായത് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഇപ്പം പലപ്പോഴും ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഒരിക്കലും ഒരു ടൈം ടേബിൾ എഴുതി അല്ലെങ്കിൽ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാൻ പോസിബിൾ അല്ല. പക്ഷെ അവരിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഇല്ലാതെ അവരും സക്സസ്ഫുൾ ആവുന്നുണ്ടല്ലോ. അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രോജക്റ്റ്, ഇപ്പോൾ വരാൻ പോകുന്ന അടുത്ത ഒരു 5 വർഷത്തെ പ്രോജക്റ്റ്, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ബൗണ്ടഡ് ആയിട്ട്, എന്ന് വെച്ചാൽ ഡേറ്റ്സ് എല്ലാം ക്ലാഷ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. ഒരു ഡേറ്റ്സിന് ശേഷം അത്യാവശ്യം ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും വളരെ സക്സസ്ഫുൾ ആകും. ഇപ്പോൾ മലയാളത്തിൽ നിന്നൊക്കെ ബോളിവുഡിലൊക്കെ പോയ അസിൻ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിലെ തോൽവികളെ എങ്ങനെ വിജയങ്ങളാക്കുക എന്ന പുസ്തകം വായിച്ച് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കമന്റ്സ് അസിൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം സക്സസ്ഫുൾ ആകുന്ന കാര്യം അവർ വരുന്ന എല്ലാം സ്വീകരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്വീകരിച്ചാൽ ഒരിക്കലും നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുകയില്ല. റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എടുത്തു കഴിയുമ്പോൾ അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ട് നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. തീർച്ചയായും. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഗസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ശ്രീ സെബിൻ എസ് കൊട്ടാരവും ജോബിൻ എസ് കൊട്ടാരവുമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ടോക്കാണ് ആക്ച്വലി ഇന്നത്തെ ഈ എപ്പിസോഡിൽ മുഴുവനുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ബി പോസിറ്റീവിൻ്റെ ആവശ്യമില്ല. വെൽക്കം ബാക്ക് ടു ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ശ്രീ സെബിൻ എസ് കൊട്ടാരം ആൻഡ് ശ്രീ ജോബിൻ എസ് കൊട്ടാരമാണ്. ഇവർ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ മോട്ടിവേഷൻ ട്രെയിനേഴ്സാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഈ സ്മൂത്ത് സീസ് നെവർ മേക്ക് സ്കിൽഫുൾ സെയിലേഴ്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെയിങ് ആണ്. അങ്ങനെ അത് വെച്ച് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ ഓപ്ര വിൻഫ്രിയുടെ ബാല്യകാലം വളരെ ഒരുപാട് ക്രൈസിസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അതൊക്കെ തരണം ചെയ്താണ് ഓപ്ര വിൻഫ്രി ആയത്. ബറാക് ഒബാമ, ഇതുപോലെ ലൈം ലൈറ്റിലുള്ള ആരെ എടുത്തു നോക്കിയാലും ഒരു വളരെ ഇരുണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നവരാണ് അവര്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട്, എല്ലാം ഇക്കണോമിക്കലി നല്ല രീതിയിൽ പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലര്
അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞെങ്കിൽ മൈൻഡ് പവർ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്, ചിലർക്ക് പോകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കുറച്ച് ക്രൈസിസ് ഒക്കെ ഉള്ളതാണോ കുറച്ചുകൂടി നമ്മുടെ മൈൻഡ് പവർ വർദ്ധിപ്പിക്കാൻ നല്ലത്? ഇതിൽ പ്രധാനം ക്രൈസിസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. ഞാൻ എന്താണ്, എന്റെ കഴിവുകൾ എന്താണ് എന്ന് പലർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പല ആളുകളും ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും, ഇതൊക്കെ ബോംബെയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആളുകൾക്ക് പറ്റുന്ന സംഗതിയാണ്, ഇതൊന്നും എന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന സംഗതി അല്ല എന്ന് ചിന്തിക്കുന്നവരാണ് വളരെ കൂടുതൽ ആളുകൾ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് നിങ്ങളെ കൊണ്ട് പറ്റും, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ ഇത് നിങ്ങളുടെ ജീവിതത്തിലും ഈ മാറ്റങ്ങൾ സാധ്യമാണ് എന്നുള്ള ഒരു പവർഫുൾ കമാൻഡ് അവരുടെ സബ് കോൺഷ്യസിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഷ്യസ് മൈൻഡിൽ ഒരു 10% റെസിസ്റ്റൻസ് വന്നാലും വളരെ ഈസി ആയിട്ട് സബ് കോൺഷ്യസിലേക്ക് ഈ കമാൻഡ് എത്തിക്കഴിഞ്ഞാൽ 90% പവർഫുൾ ആണ് സബ് കോൺഷ്യസ്. അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ജാപ്പനീസ് പ്രിൻസിപ്പിൾ ഉണ്ട്, കൈസൻ പ്രിൻസിപ്പിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ മൈൻഡ് പവർ ട്രെയിനിങ്ങുകളിലൊക്കെ ഇതിനെ കുറിച്ചുകൂടി നമ്മൾ സംസാരിക്കാറുണ്ട്. അതിന്റെ മീനിങ് ഇങ്ങനെയാണ്: ലൈഫ് ഈസ് എ മാറ്റർ ഓഫ് കണ്ടിന്യൂവസ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ ഏതവസ്ഥയിലാണ് എങ്കിലും ഇന്ന് 10 ഡിഗ്രിയിൽ നിൽക്കുന്നുവെങ്കിൽ നാളെ 15 ഡിഗ്രിയിലേക്ക് പോകുന്നു, അതിനടുത്ത ദിവസം 20 ഡിഗ്രിയിലേക്ക് പോകുന്നു. ജീവിതം ഒരു മികവിന്റെ പര്യായമായിട്ട് മാറുന്നു. അവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രശ്നമല്ല. ഇന്നലെ ഏതവസ്ഥയിലാണോ അതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെ ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് പോവുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. സർ, എന്താണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു പരുന്തിൻ്റെ ജീവിതം. പരുന്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു കൊടുങ്കാറ്റ് അടിക്കാമെന്ന് വിചാരിക്കുക. ആ സമയത്ത് മറ്റു പക്ഷികളെല്ലാം ഓടി ഒളിക്കുമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ പരുന്തൊരിക്കലും ഓടി ഒളിക്കുകയല്ല ചെയ്യുന്നത്. അത് ആ കൊടുങ്കാറ്റിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ആ കൊടുങ്കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് എൻ്റെ ചിറകുകൾ വിടർത്തി പിടിച്ച് ആ ശക്തിയിൽ മുന്നോട്ട് കുതിക്കുക ചെയ്യുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തിലുണ്ടായ വലിയൊരു പ്രതിസന്ധിയാണ് മറ്റു പക്ഷികൾക്കെല്ലാം ഈ കൊടുങ്കാറ്റ്. പക്ഷേ ആ ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയെ ഒരവസരമാക്കി മാറ്റി വിജയത്തിലേക്ക് പോവുകയാണ് ഈ പരുന്ത് ചെയ്തത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ശരിക്കും പറഞ്ഞാൽ ആളുകളെ ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസിലൂടെ, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന മൈൻഡ് പവർ ടെക്നിക്സിൽ ബ്രോക്കൺ ഗ്ലാസ് വാക്കിംഗ് ഉണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഉൾപ്പെടെയുള്ളവർ ഫോളോ ചെയ്തേ. ഫയർ ബോൾ ഈറ്റിംഗ് ഉണ്ട്, ഫയർ വാക്കിംഗ് ഉണ്ട് 1000 ഡിഗ്രി സെൽഷ്യസിലുള്ള. ഇതിലെല്ലാം ആളുകൾ അവരുടെ തന്നെ ഉള്ളിലുള്ള അവരുടെ ജനനം മുതലുള്ള പലതരത്തിലുള്ള മെൻ്റൽ ബ്ലോക്സ് ഉണ്ട് അവരുടെ മനസ്സിൽ, പലതരത്തിലുള്ള പേടികളുണ്ട്. ജീവിതത്തിലെ പുതിയ റിസ്ക് ഏറ്റെടുക്കാനുള്ള പേടികളുണ്ടാകും, പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ, പുതിയ ബിസിനസ്സിലേക്ക് തുടങ്ങാനുള്ള ഒരു പേടിയുണ്ടാകും. ഇതെല്ലാം മാറ്റിക്കൊണ്ട് അവർ തന്നെ കോൺഫിഡൻസോടുകൂടി ആളിക്കത്തുന്ന 1000 ഡിഗ്രി സെൽഷ്യസിലുള്ള തീയുടെ മുകളിൽ കൂടെ നടക്കുക ചെയ്യുന്നത്. കാലയിൽ കുത്തിക്കയറുന്ന അതേ തരത്തിലുള്ള കുപ്പിച്ചിലിന് മുകളിൽ കൂടെ നടക്കുക ചെയ്യുന്നത്. ആളിക്കത്തുന്ന അഗ്നി വിഴുങ്ങുക ചെയ്യുന്നത്. ഇതെല്ലാം അവരുടെ മനസ്സിലേക്ക് യെസ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ മീ എന്നുള്ള ഒരു ചിന്ത അവർക്ക് കൊടുക്കുക ചെയ്യുന്നത്. അവരറിയാതെ തന്നെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അവരുടെ ശക്തി കടന്നു ചെല്ലുക ചെയ്യുന്നത്. അവർ തിരിച്ചറിയുക യെസ് ഇറ്റ് ഈസ് പോസിബിൾ. നമ്മളുടെ ഓരോ ട്രെയിനിങ്ങിനും നമ്മളതാണ് ചെയ്യുന്നത്. ബേസിക്കലി ഇതെല്ലാം ഒരു സിമ്പിളാണ്. ഇപ്പൊ ഇനി ആവട്ടെ, അല്ലെങ്കിൽ ബ്രോക്കൺ ഗ്ലാസസ് ആവട്ടെ, ഫയർ ബോൾസ് ആവട്ടെ, ഇതെല്ലാം സിമ്പിളാണ്. ഇവരുടെ മുമ്പിലുള്ള മെന്റൽ ബ്ലോക്സ് നമ്മളുടെ അമ്മയുടെ ഉദരം മുതൽ, അമ്മയുടെ ചിന്തകൾ കുഞ്ഞിനെ സ്വാധീനിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇത്തരത്തിൽ അമ്മയുടെ ഉദരം മുതൽ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പല തരത്തിലുള്ള ഫിയർ ഫാക്ടേഴ്സ് കടന്നു വന്നിട്ടുണ്ട്, മെന്റൽ ബ്ലോക്സ് കടന്നു വന്നിട്ടുണ്ട്. ഈ മെന്റൽ ബ്ലോക്സിനെ എല്ലാം ഇത്തരത്തിലുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ, കാര്യം ചെറുപ്പം മുതൽ നമ്മൾ ഏറ്റവും ഭയക്കുന്ന 2 കാര്യങ്ങളാണ് അഗ്നിയും കുപ്പിച്ചില്ലും. ചെറുപ്പം തൊട്ട് എല്ലാവരും നമ്മളോട് പറയുന്നത് തീയിൽ തൊട്ടാൽ നിന്റെ കൈ പൊള്ളും. അപ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പിക്ചർ എന്ന് പറഞ്ഞാൽ തീയിൽ തൊട്ടാൽ എന്തായാലും നിന്റെ കൈ പൊള്ളും, കാല് പൊള്ളും, കുപ്പിച്ചില്ല് നടക്കരുത്, കുപ്പിച്ചില്ലിൽ കയറിയാൽ കൈമുറിയും. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ധാരണകൾ, ഇപ്പം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ധാരണകൾ ഇങ്ങനെയാണ്, അനുഭവങ്ങളിലൂടെ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള ധാരണകൾ, ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് തിരിച്ചറിയുന്ന ഒരു വേളയാണിത്. 1000 ഡിഗ്രിയിലൂടെ ആളിക്കത്തുന്ന കോൾസിന് മുകളിലൂടെ പാർട്ടിസിപ്പൻറ്റ് നടക്കുന്നു, ബ്രോക്കൺ ഗ്ലാസസിന് മുകളിലൂടെ നടക്കുന്നു, ലൈവ് ഫയർ ബോൾസ് അവരുടെ മൈൻഡ് പവർ വർദ്ധിപ്പിച്ചുകൊണ്ട് വിഴുങ്ങുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവരുടെ സബ് കോൺഷ്യസിലേക്ക് പവർഫുൾ കമാൻഡ്സ് ചെയ്യും. അത് അവരുടെ പേഴ്സണൽ ലൈഫിനെ, പേഴ്സണാലിറ്റിയെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ ഒരു ബുക്കിന്റെ ടൈറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഐ ക്യാൻ വിൻ ആണ്. പക്ഷെ ഐ ക്യാൻ വിൻ പറയുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു സാധാരണക്കാരനെ ക്യാൻ ഐ വിൻ, എനിക്ക് പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡബിൾ മൈൻഡ് ആണ്, അതിന് എത്രത്തോളം പോസിബിൾ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകത്തിന്റെ ടൈറ്റിൽ നമ്മൾ എടുത്തത് തന്നെ ബറാക് ഒബാമയുടെ, അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ യെസ് വി ക്യാൻ എന്ന് പറഞ്ഞൊരു വാചകം അദ്ദേഹം ഓരോ വാക്കിലും സ്ട്രെസ് ചെയ്തു. ഒരു ആഫ്രോ അമേരിക്കന്
ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് എത്താൻ കഴിഞ്ഞു. യെസ് വി ക്യാൻ. ഏതൊരു സാധാരണ വ്യക്തിക്കും അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മൾ ഈ പുസ്തകത്തിലൂടെ കൊടുക്കുന്നത്. അതായത് നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിൽ കൂടി നമ്മുടെ ആറ്റിറ്റ്യൂഡുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥ നമ്മളിലേക്ക് ജീവിതത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പം നമുക്ക് രണ്ട് രീതിയിൽ അതിനെ നേരിടാം. ഒന്നുകിൽ നമുക്ക് അതിൽ നിന്ന് ഒളിച്ചോടാം. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ രോഗങ്ങളായിരിക്കാം, സാമ്പത്തിക ക്ലേശങ്ങളായിരിക്കാം, എന്ത് തന്നെയാകാം. ഒന്നുകിൽ അതിൽ നിന്ന് ഒളിച്ചോടി നമുക്ക് അതിനെ ഫേസ് ചെയ്യാതെ മാറി നിൽക്കാം. രണ്ടാമത്തെ ചോയ്സ്, നമുക്ക് ധൈര്യപൂർവ്വം അതിനെ ഫേസ് ചെയ്യാം. ഓരോ തവണയും നമ്മളതിനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ചെറിയ തിരിച്ചടി ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അന്തിമമായിട്ട് ഓരോ പാഠങ്ങളാണ്, ഓരോ അനുഭവങ്ങൾ നമുക്ക് തരുന്നത്. ആ പാഠങ്ങൾ അടുത്ത തവണ അതേ അനുഭവം വരുമ്പോൾ കൂടുതൽ അതിനെ നേരിടാനുള്ള കരുത്താണ് നമുക്ക് തരുന്നത്. ആ കരുത്തിലൂടെ സ്വന്തം കുറവുകൾ കഴിവുകളുമായിട്ട് മാറ്റുരച്ചുകൊണ്ട് കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുക ഇതിലൂടെ ചെയ്യുന്നത്. ആദ്യത്തെ പുസ്തകം, അതായത് ഇനി നമ്മൾ കുറെ ജനറൽ ആയിട്ട് സംസാരിച്ചു, ഒരുപാട് പുസ്തകങ്ങൾ, 20ഓളം പുസ്തകങ്ങളുണ്ട്. നമുക്കതെല്ലാം അതിനെക്കുറിച്ചൊക്കെ ഈ എപ്പിസോഡിൽ ഒന്ന് ചർച്ച ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. ആദ്യത്തെ പുസ്തകം എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു അതിപ്പം ഈ മോട്ടിവേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്ര പോപ്പുലർ അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ലിറ്ററേച്ചറിൽ അത്ര പോപ്പുലർ അല്ലാതിരുന്ന ഒരു സമയത്താണ് നിങ്ങൾ രണ്ടുപേരും ഈ ഇങ്ങനെ ഒരു കോൺസെപ്റ്റുമായിട്ട് വരുന്നത്. അതിനെ കുറിച്ചൊക്കെ സത്യത്തിൽ 2006 നമ്മുടെ ആദ്യത്തെ പുസ്തകം കടന്നു വരുന്നത്. അപ്പോൾ അതുവരെ മോട്ടിവേഷണൽ ലിറ്ററേച്ചർ ഒന്നും മലയാളത്തിൽ അത്രയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നില്ല. പക്ഷെ ആദ്യത്തെ പുസ്തകം തന്നെ മലയാളി വായനക്കാർ രണ്ട് കൈയിൽ നിന്നിട്ട് സ്വീകരിച്ചു. രണ്ടാം പതിപ്പ്, ആദ്യത്തെ വർഷം തന്നെ ആ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് ഇറങ്ങി. പക്ഷേ ഇത് സത്യത്തിൽ ഞങ്ങളല്ല ഈ മോട്ടിവേഷൻ ലിറ്ററേച്ചർ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത്. KP കേശവ മേനോൻ, അദ്ദേഹം നാം മുന്നോട്ട് എന്നുള്ള പരമ്പരയിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു മോട്ടിവേഷണൽ, ആളുകളുടെ മനസ്സിന് ധൈര്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ലിറ്ററേച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് അത് കണ്ടിന്യൂ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നമ്മൾ 2006 ആദ്യത്തെ പുസ്തകം വരുന്നു. തുടർന്ന് ഈ ഒരു ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ 20ഓളം പുസ്തകങ്ങൾ വന്നു. ആ 20 പുസ്തകങ്ങളും തന്നെ 7-8 പതിപ്പുകളിൽ എത്തി നിൽക്കുന്ന പുസ്തകങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ആളുകൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിലേക്ക് കൂടുതൽ വരുന്നു. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം അത് നമ്മളുടെ വായനക്കാരുടെ സാധാരണ കർഷകർ മുതൽ കമ്പനി CEOs വരെയുള്ള ആളുകളുണ്ട്. ഇവർ പലപ്പോഴും വിളിക്കുമ്പോൾ അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ശതമാനം ആളുകളും ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു പോസിറ്റീവ് തോട്ട് പ്രോസസ്സിലേക്ക് വരണം. നോ കണ്ടീഷൻ ഈസ് പെർമനന്റ് എന്നുള്ള ഒരു തോട്ടിലേക്ക് ജീവിതത്തിൽ എനിക്കും മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം വായനക്കാർ ഇന്നുണ്ട്. അതിനെ നമുക്ക് വളരെ പോസിറ്റീവായി തന്നെ എടുക്കാം. മറ്റൊരു തരത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ, അതായത് വളരെ സെൽഫ് ഡ്രിവൺ ആയിട്ടുള്ള, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പഴയ കാലഘട്ടത്തിലുണ്ട്. ഇപ്പം കോമ്പറ്റീഷൻ കുറച്ചുകൂടി കൂടി, എന്നാൽ അതിനനുസരിച്ച് പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു മെന്റൽ സ്റ്റേറ്റസ് അതിന് പോസിബിൾ അല്ലാത്ത രീതിയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അതുകൊണ്ടാണോ മലയാളികൾ കൂടുതൽ ഇത്തരം പുസ്തകങ്ങളിലേക്ക് വരുന്നത്? അതിനകത്തൊരു വളരെ ഒരു സത്യം അതിനകത്തുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മുൻകാലഘട്ടങ്ങളിൽ ആളുകൾക്ക് അവരുടെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനായിട്ട് അവരുടെ കുടുംബത്തിൽ തന്നെ പല ആൾക്കാരുണ്ടാകും. അവർക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല അയൽവക്കക്കാരുണ്ട്, നാട്ടിൽ തന്നെ ഒത്തിരി ബന്ധങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ ആളുകൾ കൂടുതലായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സക്സസ് മാത്രം നോക്കിക്കൊണ്ട് ഒരു സെൽഫിഷ്നെസ്സിലേക്കൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ആയപ്പോഴത്തേനും സൊസൈറ്റി കൂടുതൽ അതിൽ ആ ഒരു എങ്ങനെ എനിക്ക് നേടിയെടുക്കണം, അത് എങ്ങനെയും നേടണം, അത് ശരിയായ രീതിയിലാണോ എന്നുള്ള ചിന്തയ്ക്കപ്പുറം എങ്ങനെയും നേടണം എന്നുള്ളൊരു ചിന്തയിലേക്ക് ആളുകൾ പോയതോടുകൂടി എൻ്റെ നേട്ടം, എൻ്റെ ചിന്ത, എൻ്റെ വിജയം ആ ഒരു രീതിയിലോട്ട് മാറി. അതോടുകൂടി ബന്ധങ്ങൾ അവിടെ കുറഞ്ഞു. കൂടുതലായിട്ടുള്ള ബന്ധങ്ങൾ വെർച്വൽ റിലേഷൻഷിപ്പിലേക്ക് തന്നെ ഒരു വിഭാഗം ജനറേഷൻ അങ്ങ് മാറി. ഫേസ്ബുക്കുകൾ അതുപോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ, അപ്പോൾ നേരിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ കുറഞ്ഞു. വെർച്വൽ റിലേഷൻഷിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതോടുകൂടി അവർക്ക് നേരിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിനെയൊക്കെ ശരിയായ രീതിയിൽ ഒന്ന് ഫേസ് ചെയ്യാനുള്ള അവരുടെ ഒരു കഴിവ് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് കൂടുതലായിട്ട് അവരുടെ ഒരു ബുദ്ധിമുട്ടുകൾക്ക് അതിനൊരു പരിഹാരം കാണാനായിട്ട് ഒരു താങ്ങ് അവർക്ക് ആവശ്യമായിരുന്നു. നമ്മുടെ ഓരോ പുസ്തകങ്ങളിലൂടെയും ഓരോ ട്രെയിനിങ്ങുകളിലൂടെയും നമ്മൾ 3 തരത്തിലുള്ള ഒരു മാറ്റമാണ് ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. വെറുതെ ജീവിതത്തിൽ എന്തും നേട്ടങ്ങൾ എല്ലാം പിടിച്ചടക്കിക്കൊണ്ട് വിജയത്തിൻ്റെതായിട്ടുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്നതല്ല നമ്മൾക്ക് അവർ പകർന്നു കൊടുക്കുന്നത്, നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്നു. മറിച്ച് അവരുടെ കുടുംബ ജീവിതത്തിൽ, അവരുടെ ജോലിയിൽ, അവരുടെ ബിസിനസ്സിൽ, അതിനേക്കാൾ ഉപരി സോഷ്യൽ ലൈഫിൽ
എല്ലാ മേഖലയിലും ഒരേപോലെ വിജയം വരിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിലേറ്റ മുറിവുകളെ നീക്കിക്കൊണ്ട് മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ആത്മവിശ്വാസം കൂട്ടിക്കൊണ്ട് അവരുടെ ശക്തി സ്വന്തം ഉള്ളിലുള്ള അവരുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് വിജയത്തിലേക്ക് നയിക്കുക. അതാണ് നമ്മളുടെ ഓരോ പുസ്തകങ്ങളിലൂടെയും ട്രെയിനിങ്ങുകളിലൂടെയും ഇന്ന് നമ്മൾ ചെയ്യുന്നതും. ഈ ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടം എന്ന് പറയുമ്പോൾ ആദ്യം ഒരു കുട്ടിയായിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയം, അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമിന്റെ മാർക്ക് അല്ലെങ്കിൽ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ആങ്സൈറ്റി ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് നമ്മുടെ ഈ പുസ്തകത്തിലൂടെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടീനേജിലുള്ള ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ കൗമാരവും ജീവിത വിജയവും, അത് ടീനേജിൽ അവർ നേരിടുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം, അവർക്ക് എങ്ങനെ പഠിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതി പ്രത്യേകിച്ചും മൈൻഡ് പവർ, എക്സാമിനേഷൻ പാസ്സാകാൻ മൈൻഡ് പവർ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ ഒരു പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പല ആളുകൾ, ധാരാളം കുട്ടികൾ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് കൗൺസിലിങ്ങിന് വേണ്ടി എത്താറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നേരിട്ടും അവരുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോ ഈ പറഞ്ഞ പോലെ ഒരു കൗമാരത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിക്ക് സ്കൂളിൽ നിന്നുള്ള സ്ട്രെസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു ടീനേജിൻ്റെതായിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ചിന്തകളാണെങ്കിലും നമുക്ക് സൊസൈറ്റിയിൽ നിന്നുള്ള സ്ട്രെസ് ആണെങ്കിലും വീട്ടിൽ നിന്നുള്ള സ്ട്രെസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് വരുന്നൊരു കാലഘട്ടമാണ്. എങ്ങനെ മൈൻഡ് പവർ ഒരു ടീനേജറിന് വർദ്ധിപ്പിക്കാം, പഠിത്തത്തിൽ അതുകൊണ്ട് എങ്ങനെയൊക്കെ അതിന്റെ ഗുണം ഉണ്ടാവാം, അതിനെന്തൊക്കെ ചെയ്യാം? ടീനേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് ഈ കുട്ടിയെ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യുന്നത് കുട്ടിക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കും, അവന്റെ സ്കിൽസ് വർദ്ധിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ. പക്ഷെ അതിലും 10 മടങ്ങ് പവർഫുൾ ആണ് അവനെ അവന്റെ കഴിവുകൾ തിരിച്ചറിയുന്നവനാക്കി മാറ്റുക. ബാക്കി അവന് അപ്പോൾ ഒരു ഓട്ടോ പൈലറ്റ് മോഡൽ കാര്യങ്ങൾ നീങ്ങിക്കുള്ളൂ. അവൻ തന്നെ സെൽഫ് ഡ്രിവൺ ആവും, മുൻപോട്ടേക്ക് കാര്യങ്ങൾ എത്തിക്കും. നമ്മുടെ മൈൻഡ് പവർ ട്രെയിനിങ്ങുകളിൽ ഇന്ന് കൗമാരക്കാർ ധാരാളം ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കടന്നു വരുമ്പോൾ ഇവരൊരു സെൽഫ് റിയലൈസേഷനിലേക്ക് എന്റെ കഴിവ് എന്താണ്, എന്റെ കഴിവ് കേടുകൾ എന്താണ്, കഴിവുകേടുകൾ ഉണ്ടെങ്കിലും എനിക്ക് വിജയിക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ നൽകുന്നത്. പൂർണ്ണരായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല, എല്ലാവർക്കും അവരുടേതായ കഴിവുകളും കഴിവുകേടുകളും ഉണ്ട്. അപ്പൊ നമ്മുടെ കോർ കോമ്പിറ്റൻസി ഏത് മേഖലയിലാണ് എന്ന് തിരിച്ചറിയുക, ആ മേഖലയിൽ ഫോക്കസ് ചെയ്ത് ജീവിതത്തിൽ ഏറ്റവും മികവിലേക്ക് എങ്ങനെ കുതിക്കാം. കാരണം ഇന്നെല്ലാം ഒരു സ്പെഷ്യലൈസേഷന്റെ കാലഘട്ടമാണ്. എല്ലാം അറിയാവുന്നവരെ ആർക്കും വേണ്ട, അതാത് മേഖലകളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ആവശ്യം. അപ്പോൾ എങ്ങനെ ഓരോരുത്തർക്കും ഏത് മേഖലയിലാണ് കഴിവ്, ഇപ്പോൾ ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന അയാളുടെ കഴിവ് ചിലപ്പോൾ ഒരു ഫാഷൻ ഡിസൈനർ ആകുന്നതിലായിരിക്കും. അപ്പോൾ ഏത് മേഖലയിലാണോ അയാളുടെ കഴിവ് അവിടെ ഫോക്കസ് ചെയ്ത് അയാൾക്ക് മികവാർന്ന വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ട സന്ദേശമാണ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ. സാർ, ഇപ്പോ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ പലർക്കും ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ കേറി പോകാൻ ഒരു കാറ്റലിസ്റ്റ്, ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റിന്റെ ആവശ്യം പലർക്കും ഉണ്ട്. എന്നാൽ അതില്ലാതെ പോസിറ്റീവ് കാറ്റലിസ്റ്റിന്റെ അഭാവത്തിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക എന്ന് പറയുന്നതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിന് പോസിബിൾ ആവും? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള, നമ്മൾ അമേരിക്കയിൽ മോട്ടിവേഷണൽ ട്രെയിനിങ് നടത്തിയ സമയത്ത് അവിടെ നമുക്ക് മോട്ടിവേഷണൽ ട്രെയിനിങ് നടത്തിയ ഒരു വ്യക്തിയുണ്ട്, ജെസിക്ക കോക്സ്. ഇന്റർനാഷണൽ മോട്ടിവേഷണൽ സ്പീക്കറും സൈക്കോളജിസ്റ്റുമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ജെസിക്കയുടെ ഒരു പ്രത്യേകത, ലോകത്തിൽ 2 കൈകളുമില്ലാതെ ആദ്യമായിട്ട് വിമാനം പറത്തിയ ഒരു പെൺകുട്ടിയാണ് ജെസിക്ക കോക്സ്. 2 കൈകളുമില്ലാതെ ആദ്യമായിട്ട് വിമാനം പറത്തി. ജെസിക്ക ജനിച്ച സമയത്ത് ജെസിക്കയുടെ ജീവിത വിജയത്തെക്കുറിച്ച് ജെസിക്കയോട് സംസാരിച്ചു. ജെസിക്ക പിന്നീട് പറഞ്ഞൊരു കാര്യം, എന്നെ ഒരിക്കലും ഒരു വിധിയുടെ ഇരയായിട്ട് എൻ്റെ മാതാപിതാക്കൾ കണ്ടില്ല എന്നുള്ളതാണ്. മറിച്ച് എൻ്റെ കുറവുകളെ നോക്കിക്കൊണ്ട് നിനക്കിതൊന്നും ഇല്ല, നിനക്ക് 2 കയ്യും ഇല്ലല്ലോ, അതെ തീർച്ചയായിട്ടും, അതുകൊണ്ട് നിന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയല്ല ചെയ്തത്. മറിച്ച് നിനക്ക് 2 കൈകളും ഇല്ലെങ്കിലും നിനക്ക് 2 കാലുകളുമുണ്ട്. ആ 2 കാലുകൾ ഉപയോഗിച്ച് നിനക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു പോസിറ്റീവ് തോട്ട് പ്രോസസ് മാതാപിതാക്കളുടെ പക്കൽ നിന്നുണ്ടായപ്പം ജെസിക്ക വിചാരിച്ച എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ജെസിക്ക ചെറിയ പ്രായത്തിൽ ജെസിക്ക പറഞ്ഞിട്ടുണ്ട്, മറ്റു കൊച്ചു കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് ജെസിക്കയെ നോക്കി നിൽക്കുമായിരുന്നു ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ ആ സമയത്ത് മറ്റുള്ളവരെല്ലാം 2 കൈകൾ ഉപയോഗിച്ച് ഓരോരോ കളികൾ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ജെസിക്ക വിഷമത്തോടെ നോക്കി നിൽക്കും. പക്ഷേ ആ വിഷമത്തോടുകൂടി നിരാശയിലേക്കും വെറുപ്പിലേക്കും സ്വന്തം ജീവിതത്തോടുള്ള വെറുപ്പിലേക്കും അല്ല ജെസിക്ക ആ സമയത്ത് ചിന്തിച്ചത്, ആ ഒരു കൊച്ചു പ്രായത്തിൽ. മറിച്ച് ജെസിക്ക മനസ്സിലേക്ക് ആ സമയത്ത് ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഒരു ദിവസം ഒരു സൂപ്പർ വുമണിനെ പോലെ ഈ വലിയ ഗ്രൗണ്ടിന് മുകളിലൂടെ ഞാൻ പറക്കും എന്നാണ് മനസ്സിൽ ചിന്തിച്ചത്. മാത്രമല്ല അത് വിഷ്വലൈസ് ചെയ്തു.
ആ പറക്കുന്നത് സ്വപ്നം കണ്ടു. വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ചിന്ത ജെസ്സിക്കയുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. അതേ ഗ്രൗണ്ടിന് മുകളിലൂടെ ഏതാണ്ട് 10,000 അടി മുകളിൽ ഒറ്റയ്ക്ക് ഇരു കാലുകളും ഉപയോഗിച്ച് വിമാനം പറത്തി ജെസ്സിക്ക ലോക റെക്കോർഡിട്ടു. ഓരോ കുട്ടികളും അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും, ഇപ്പോൾ നമുക്കറിയാം ഒരു താമര, വളരെ മനോഹരമായിട്ടുള്ള ഒരു താമര, അത് വളർന്നു വരുന്നത് ഏറ്റവും മോശം നിറഞ്ഞ ഏറ്റവും ദുർഗന്ധമുള്ള ചെളിയിൽ നിന്നാണ്. പക്ഷേ താമരയ്ക്ക് ഒരിക്കലും ചെളിയുടെ നിറമോ ചെളിയുടെ ഗന്ധമോ ഇല്ല. അതുകൊണ്ട് സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ആ സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നാൽ പോസിറ്റീവായിട്ടുള്ള വിജയത്തിലേക്ക് വരാൻ സാധിക്കും. നമ്മുടെ മനോഭാവമാണ്. എനിക്ക് വിജയിക്കാൻ കഴിയും, എന്നെക്കൊണ്ട് ഇതിന് സാധിക്കും. ജീവിതത്തിലെ അവസരങ്ങൾ നമുക്ക് കാണാൻ കഴിയണം. ഇപ്പോൾ പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റിൽ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ആ ലക്ഷ്യം ഉറച്ചതാണെങ്കിൽ ഈ പ്രകൃതി തന്നെ ആ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി നമ്മളെ പിന്തുണയ്ക്കുമെന്ന്. അതുകൊണ്ട് ഏതവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം തകർന്ന് ഗ്രൗണ്ട് സീറോയിലായിക്കോട്ടെ, ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴും എന്നെക്കൊണ്ട് പറ്റും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നിന്നാൽ അവസരങ്ങൾ കാണാൻ പറ്റും, വിജയത്തിലേക്ക് കടക്കാനും സാധിക്കും. പക്ഷേ ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡോടുകൂടി പോകാം. ഇപ്പൊ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാം. തീർച്ചയായിട്ടും. പക്ഷേ ചില സാഹചര്യങ്ങളിലെങ്കിലും അത്തരത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ചിലപ്പം ജീവിതത്തിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവർ നമുക്ക് ചുറ്റുമുണ്ട്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റും? അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ചില സാഹചര്യങ്ങൾ നമുക്ക് ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടായ ഉടനെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് യെസ് ഇറ്റ്സ് പോസിബിൾ എന്ന രീതിയിൽ പുഞ്ചിരിയോടുകൂടി അതിനെ നേരിടുക എന്നുള്ളതല്ല. മറിച്ച് നമ്മളെ കൊണ്ട് അതിന് സാധിക്കണമെന്നില്ല. കാരണം നമ്മുടെ ഇമോഷണൽ ലെവൽ എപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ചിലപ്പോൾ മരണമായിരിക്കാം, ബിസിനസ്സിലുള്ള മുഴുവൻ തകർച്ചയായിരിക്കാം, ദാമ്പത്യ രംഗത്തെ ഒരു വെല്ലുവിളിയായിരിക്കാം, ദമ്പതികൾ തമ്മിൽ അകലുന്നതായിരിക്കാം. ആ പ്രതിസന്ധി ഉണ്ടായ ഉടനെ നമ്മൾ ആ സമയത്ത് പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തയിലേക്ക് നമുക്ക് ചിലപ്പോൾ വരാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ശാന്തമായിട്ട് നമ്മളൊന്നിരുന്ന് നമ്മുടെ ഒരു ഇമോഷണൽ ലെവല് ഒന്ന് തടുക്കാൻ വേണ്ടിയിട്ട് അല്പസമയം നമ്മൾ കാത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഔഷധം ഒരു ക്ഷമയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പാണെന്ന് പറയാറുണ്ട്. ആ ക്ഷമയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പ് നമുക്കുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തിൽ നിന്നും അതിൻ്റെ ആ ഒരു തീവ്രത നമ്മൾ വിവേകപൂർവ്വമായിരിക്കുകയല്ല, ആ തീവ്രതയിൽ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ തീരുമാനമെടുക്കുന്നതും. അപ്പോൾ ക്ഷമയോടുകൂടി അല്പസമയം നമ്മളൊന്ന് കാത്തിരിക്കുക, മനസ്സൊന്ന് ശാന്തമാകാൻ വേണ്ടി. മനസ്സ് ശാന്തമായതിനു ശേഷം നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വഴി തെളിയും. നമ്മൾ പലപ്പോഴും അടഞ്ഞ വാതിലിന് മുമ്പിൽ പോയി മുട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മുടെ രണ്ട് കണ്ണുകൾ ഈ അടഞ്ഞ വാതിലിൽ ഫോക്കസ് ചെയ്യുമായിരിക്കും. ആ സമയത്ത് നമ്മളറിയാതെ ഒത്തിരിയേറെ വാതിലുകൾ തുറന്ന് കിടപ്പുണ്ടായിരിക്കും. നമ്മുടെ കണ്ണങ്ങോട്ട് എത്തില്ല. അപ്പോൾ ശാന്തമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പുതിയ പുതിയ വഴികൾ തെളിയും, ആശ്വാസത്തിൻ്റെ കണികകൾ അവിടെ എത്തും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മൈൻഡ് പവറിൽ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നെഗറ്റീവ് വിൽ അട്രാക്ട് നെഗറ്റീവ്. അതായത് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള വൈബ്സ് നമ്മുടെ മനസ്സ് പുറപ്പെടുവിക്കുന്ന ഊർജ്ജ കണികകളുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഉണ്ട്. ആ നെഗറ്റീവ് വൈബ്സ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യും, പോസിറ്റീവ് വൈബ്സ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ നിത്യജീവിതത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും, പല ആളുകളും പ്രത്യേകിച്ച് ചില ആളുകൾ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ജീവിതത്തിലും തുടർച്ചയായിട്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളെ ഉണ്ടാവുള്ളൂ. മറ്റു ചില ആളുകൾ അവരെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എങ്കിൽ പോലും അവർക്ക് അതിവേഗം അവയൊക്കെ തരണം ചെയ്ത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് വഴി പോസിറ്റീവ് വൈബ്സിൽ വരുന്നതാണ് ജോയ്, ഹാപ്പിനെസ്, അബാൻഡൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷത്തിൻ്റെതായ വൈബ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും ജീവിതത്തിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് മൈൻഡ് പവർ പറയുന്നത്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതൊന്നും പെർമനൻ്റ് അല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എൻ്റെ ജീവിതത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ആ പോസിറ്റീവായത് നമ്മൾ അട്രാക്ട് ചെയ്തിരിക്കും, നമ്മളിലേക്ക് ആ പോസിറ്റീവ് റിസൾട്ട് തീർച്ചയായിട്ടും വന്നിരിക്കും. എപ്പോഴും നമ്മൾ തകർന്നിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെക്കാളും തകർന്നിരിക്കുന്ന ഒരാളുടെ ജീവിത വിജയ കഥ കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും ഇൻസ്പയർഡ് ആവുന്നത്. എന്നെക്കാളും പത്തറ്റിക് കണ്ടീഷനിൽ അവര് മുന്നേറി നല്ല രീതിയിൽ ഇപ്പൊ ജീവിക്കുന്നു. ഇപ്പോ രണ്ടുപേരും ഒരുപാട് പേർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടുള്ളതാണ്. ഒരുപാട് ഇന്റർനാഷണലി തന്നെ ഇപ്പൊ US-ലൊക്കെ ആണെങ്കിലും ഒരുപാട് മോട്ടിവേഷണൽ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഒരുപാട് പേരുടെ ജീവിതം അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ടാവും. അത്തരം
പരിചയപ്പെട്ട, കണ്ട, അല്ലെങ്കിൽ കേട്ട, അറിഞ്ഞ എന്തെങ്കിലും അനുഭവം, അതായത് വളരെ വലിയൊരു ക്രൈസിസിൽ നിന്ന് ഉന്നത വിജയം നേടിയ, മനസ്സിനോട് ചേർത്ത് വെക്കുന്ന, എപ്പോഴും സെൽഫായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചുകൂടി മോട്ടിവേഷൻ തരുന്ന അത്തരം കഥ എന്തെങ്കിലും? നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വെച്ച്, നമ്മൾ അമേരിക്കയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, ജ്യോതി റെഡ്ഡി എന്ന പേര്. 1989 ദിവസം 5 രൂപ കൂലിപ്പണി എടുത്തുകൊണ്ടിരുന്ന ജ്യോതി റെഡ്ഡിയാണ് 10 വർഷത്തിന് ശേഷം ആ ഒരു പെൺകുട്ടിയിൽ വന്ന മാറ്റം, നന്നായിട്ട് സ്യൂട്ടൊക്കെ ഇട്ട് 3 അമേരിക്കൻ കമ്പനികളുടെ CEO ആയി മാറി. 89 5 രൂപ ദിവസക്കൂലിക്ക് കൂലിപ്പണി എടുത്തുകൊണ്ടിരുന്ന ഒരു സാധാരണ പെൺകുട്ടി 10 വർഷത്തിന് ശേഷം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉൾപ്പെടെ കീ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ 3 അമേരിക്കൻ കമ്പനികളുടെ CEO ആയി മാറി. അതായത് ആ കാലഘട്ടത്തിൽ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അന്ന് ഇവർക്ക് 16-ാമത്തെ വയസ്സിൽ വിവാഹിതയായി. അന്ന് SSLC പാസ്ഡ് ആണ്. 18-ാമത്തെ വയസ്സിൽ 2 പെൺകുട്ടികളുടെ അമ്മയായി. ഹസ്ബൻഡ് മുഴുക്കുടിയൻ. ഹസ്ബൻഡിന്റെ വീട്ടിൽ ഒരുപാട് പീഡനങ്ങൾ. അപ്പോൾ ജീവിക്കുന്നത് വാറങ്കൽ, ആന്ധ്രയിലെ ഒരു പിന്നോക്ക ജില്ലയിലാണ്. പോസിബിലിറ്റീസ് ഒന്നുമില്ല ജീവിതത്തിൽ മുൻപോട്ടേക്ക് പോകുവാൻ. പക്ഷെ അവരെപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. എന്തുകൊണ്ട് പവർഫുൾ തോട്ട്സ്, പവർഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് അട്രാക്ട് ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇവരുടെ ജീവിതം. അപ്പൊ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഇവരെപ്പോഴും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഒരു പോസിബിലിറ്റി തിങ്കർ ആയിട്ട് മാറി. ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇവർ ഓപ്പൺ സിസ്റ്റത്തിലൂടെ ഇവരുടെ +2 കോഴ്സ്